ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ത്രെഡഡ് ചിക്കൻ നല്ല ക്രിസ്പിയാണ്, പുറമൊക്കെ ഉള്ളു നല്ല ജ്യൂസി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ വീതം ഗരം മസാലയും മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 സ്പൂൺ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ ഇതിനാവശ്യമുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ സോയാ സോസും ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബാറ്റർ കുറച്ച് തിക്കായിരിക്കണേ. ലൂസാണെന്ന് തോന്നിയാൽ 1-2 സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സൈസിന് നമുക്ക് എന്ത് വലുപ്പത്തിന് വേണോ ആ വലുപ്പത്തിനനുസരിച്ച് ചിക്കൻ പീസ് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും മസാല പുരട്ടി വെക്കണേ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സമൂസ ഷീറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നീട്ടത്തിൽ മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഓരോ ചിക്കൻ പീസും എടുത്ത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സമൂസ ഷീറ്റിൽ ഒന്ന് റോൾ ചെയ്ത ശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ സമൂസ ഷീറ്റ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മുടെ ചിക്കനിലെല്ലാം നന്നായിട്ട് ആ സമൂസ ഷീറ്റ് കോട്ടായിട്ട് കിട്ടണം. നമ്മളിത് വറുക്കുമ്പോഴും അതുപോലെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത്. കാരണം സമൂസ ഷീറ്റ് നമുക്കറിയാം പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി പോവും. ചിക്കൻ നമുക്ക് വെന്തും കിട്ടില്ല. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം അങ്ങ് കുറച്ച് വയ്ക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്